സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ കമ്മിങ് സൂൺ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന ആ ഒരു കിഡിലൻ എപ്പിസോഡിൻ്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത്. വരുൺ എല്ലാവർക്കും മുമ്പിൽ വെച്ച് താൻ താലികെട്ടിയ പെണ്ണിയാണ് രാധിക എന്ന് വിളിച്ചു പറയുവാണ്. അങ്ങനെ രാത്രിയിൽ രാധികയെ കാണാനായിട്ട് വരുൺ വീണ്ടും ഒരു സമ്മാനമായിട്ട് കണിമംഗലത്തെത്തുവാണ്. അങ്ങനെ ആരും കാണാതെ രാധികയുടെ റൂമിലേക്ക് വരുൺ കയറി പോകുന്നതും വരുണിൻ്റെ കയ്യിൽ ആ സമ്മാനമുള്ളതൊക്കെ പ്രിയങ്ക മറഞ്ഞു നിന്ന് കാണുന്നുണ്ടാകും. അങ്ങനെ ഈ ഒരു സന്ദർഭം മുതലാക്കി രാധിക എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്താൻ തന്നെ പ്രിയങ്ക തീരുമാനിക്കുവാണ്. അതിനായിട്ട് പരമേശ്വരനെയും പത്മിനിയൊക്കെ പ്രിയങ്ക രാധികയുടെ റൂമിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയം അവിടെ വരനാണെങ്കിൽ രാധികയോട് ഒത്തിരി പ്രണയത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. അങ്ങനെ രാധികയുടെ കയ്യിലൊക്കെ കയറി പിടിച്ച് രാധികയെ ചേർത്ത് പിടിച്ച് നിന്ന് സംസാരിക്കുമായിരിക്കും. ഈ ഒരു കാഴ്ച കൊണ്ടായിരിക്കും പരമേശ്വരനും പത്മിനിയും അകത്തേക്ക് വരുന്നത്. ഈ കാഴ്ച കണ്ട് എന്തെവിടെ നടക്കുന്നത് എന്നും പറഞ്ഞ പരമേശ്വരൻ ഒച്ചുവെക്കുവാണ്. ഈ സമയം പരമേശ്വരനെയും പത്മിനിയെയും കണ്ട് വരുണും രാധികമാകെ പേടിച്ച് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയും ചെറിയമ്മയും മുത്തശ്ശിയൊക്കെ അവിടെ എത്തുന്നുണ്ട്. അന്നേരം ഉർവശിയാണെങ്കിൽ ഈ കാഴ്ചയൊക്കെ കണ്ട് രാധിക ഓരോന്ന് പറഞ്ഞ് അപമാനിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അന്നേരം പത്മിനിയും രാധികയോട് പൊട്ടിത്തെറിക്കുക. ഈ സമയം പരമേശ്വരനും രാധികയെക്കുറിച്ച് മോശമായിട്ട് പറയുവാണ്. നിന്നിൽ നിന്ന് ഇങ്ങനൊരു പെരുമാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല വരുൺ. നീ നമ്മുടെ കുടുംബത്തിന് തന്നെ മാനക്കേടുണ്ടാക്കി വെച്ചല്ലോ. നിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഈ വീട്ടിലുണ്ട്. അവൾക്ക് മുമ്പിൽ വെച്ച് തന്നെ ഇങ്ങനൊരു വഞ്ചന വേണമായിരുന്നു നിനക്ക്. ഒന്നുമില്ലെങ്കിലും നിൻ്റെ അനിയത്തിയല്ലേ ഇവള്, ആ ഒരു ചിന്ത പോലും നിനക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് രാധികയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുവാണ്. അതൊക്കെ കേട്ട് രാധികയുടെ കണ്ണുകൾ നിറയുവാണ് കേട്ടോ. ഈ സമയം വരുൺ അച്ഛൻ നേരെ പൊട്ടിത്തെറിക്കുക. മതി, നിർത്ത്. ആരും രാധികയെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ പാടില്ല. ഇനിയും തന്നെ ഇങ്ങനെ തലതാഴ്ത്തി നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇവളെ എൻ്റെ പെണ്ണാണ്, ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണ്. ഈ സമയം പരമേശ്വരൻ ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യപ്പെട്ട് വരുണിൻ്റെ കൈ പിടിച്ച് വരുൺ അവിടെ നിന്നും കൂട്ടിക്കൊണ്ട് പോകുവാണ് കേട്ടോ. ഈ സമയം മുത്തശ്ശി പിന്നാലെ ചെല്ലുന്നുണ്ട്. അന്നേരം ചെറിയമ്മയും പത്മിനിയും കൂടി രാധിക ഓരോന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ്. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞങ്ങ് അഭിനയിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നേരം രാധികയാണെങ്കിൽ അവർക്ക് മുമ്പിൽ എന്ത് പറയണമെന്നറിയാതെ നിസ്സഹായമായിട്ട് നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ഉർവശി പറയണേ, ഏട്ടത്തി ഇവളെ ഈ നിമിഷം നിന്നോട് നടിച്ചിറക്കണം. ഇനിയും ഇവളെ ഇവിടെ നിർത്തിയാലേ നമ്മുടെ കുടുംബം തന്നെ ഇവളെ മുറ്റോട്ട് മുടിക്കും. ഇറങ്ങി പൊടി ഇവിടുന്ന് എന്ന് പറഞ്ഞ് രാധികയെ പിടിച്ച് പുറത്തേക്ക് തള്ളുവാണ് കേട്ടോ. ഈ സമയം വരുൺ രാധികയെ അവിടെ നിന്ന് ചേർത്ത് പിടിക്കുവാണ്. അന്നേരം മുത്തശ്ശി പരമേശ്വരനോട് പറയണേ, പരമേശ്വര നിന്നോട് ഞാൻ പറയാൻ നേരത്തെ ശ്രമിച്ച കാര്യം ഇത് തന്നെയായിരുന്നു. വരുൺ പറഞ്ഞതെല്ലാം സത്യമാണ്. വരുൺ താലി കെട്ടിയത് രാധികയുടെ കഴുത്തിലാണ്, അല്ലാതെ ഈ പ്രിയങ്കയുടെ കഴുത്തിലല്ല. ഇവള് നമ്മളെല്ലാവരും ചതിക്കുമായിരുന്നു. മണ്ഡപത്തിൽ മുഖം മറച്ചിരുത്തിയത് രാധികയെ തന്നെയാണ്. ഇവൾ ആ സമയത്ത് മണ്ഡപത്ത് പോലും ഇല്ലായിരുന്നു. അങ്ങനെ മുത്തശ്ശിയും നടന്ന കാര്യങ്ങളെല്ലാം പരമേശ്വരനോട് പറയുന്നുണ്ട്. ഈ സമയം വരുണും ആ പ്രിയങ്കയെ കൊണ്ട് തന്നെ സത്യങ്ങളെല്ലാം പറയിപ്പിക്കാൻ ശ്രമിക്കുവാണ്. നീ തന്നെ സത്യം പറയണം. എൻ്റെ മുത്തശ്ശി വീട്ടിൽ പോയി ഞാൻ ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും സമ്മതിച്ചതാ. അതുകൊണ്ട് നീ ഇവിടെ പ്ലേറ്റ് മാറ്റാമെന്നൊന്നും വിചാരിക്കേണ്ട. എല്ലാ സത്യങ്ങളും എനിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം. ഇനിയിപ്പോൾ ഈ സത്യം അറിയാത്തത് ഇയാളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി തന്നെ ഇവളുടെ കഴുത്തിലല്ല താലി കെട്ടിയെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതല്ലേ. പക്ഷേ അപ്പോൾ എന്നെ ആരും വിശ്വസിച്ചില്ല. പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റിയില്ല. ഇത്ര നാളും വളർത്തി വലുതാക്കിയ അച്ഛന് താൻ കാരണം ഒരു വേദന ഉണ്ടാകരുതെന്ന് രാധികം ആഗ്രഹിച്ചു. പക്ഷേ അതിനിടയിൽപ്പെട്ട് ഞങ്ങൾക്ക് നഷ്ടമായി പോയത് ഞങ്ങളുടെ ജീവിതമാണ്. ഇനിയും അതങ്ങനെ നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞ് അവരുടെ എല്ലാവരുടെയും മുമ്പിൽ കൂടി രാധികയെ പൂജാമുറിയുടെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തുവാണ്. എന്നിട്ട് രാധികയുടെ കഴുത്തിലുള്ള താലി എടുത്ത് എല്ലാവർക്കും മുമ്പിൽ ഉയർത്തി കാണിച്ചിട്ട് പറയണേ, ഇവളുടെ കഴുത്തിലുള്ള ഈ താലി ഉണ്ടല്ലോ, അത് ഇവളുടെ കണ്ണന് സമ്മാനിച്ച താലിയല്ല, ഞാൻ ഇവളുടെ കഴുത്തിൽ കെട്ടിയ താലി. ആ താലി ഇപ്പോഴും ഒരു നീതി പോലെ ഇവളെ സൂക്ഷിക്കുവാണ്. അങ്ങനെ പറഞ്ഞ താലിയും കൂടി എടുത്ത് പൊക്കിയതോടെ അതെല്ലാം കണ്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് പരമേശ്വരനും പത്മിനിയും ഒക്കെ. പ്രിയങ്കയും എല്ലാം കൈവിട്ട് പോയല്ലോ എന്ന് പറഞ്ഞ് ആകെ തകർന്ന് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകൾ എന്താണെങ്കിലും നല്ല അടിപൊളി എപ്പിസോഡുകൾ തന്നെയായിരിക്കും. സത്യങ്ങളിപ്പോൾ എല്ലാവരും അറിയാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ദേവനാരായണൻ മാത്രമേ അറിയാനായിട്ട് ബാക്കിയുള്ളൂ. നമുക്കെന്താണെങ്കിലും ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. ഈ ഒരു കമൻസ് സൂൺ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.